നമസ്കാരം, മിത്ര വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സുഷോഭ് നെല്ലിക്കോട്. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മദ്യനിരോധനം ഘട്ടം ഘട്ടമായി നടപ്പാക്കുമെന്ന് പറയുന്ന സർക്കാരിന്റെ പ്രഖ്യാപനങ്ങൾ വാക്കുകളിൽ മാത്രം. പുതിയ മദ്യവിൽപ്പനശാലകൾ നഗരത്തിൽ വരുന്നു. പ്രതിഷേധവുമായി ജനങ്ങളും മദ്യനിരോധന സമിതികളും. കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവൃത്തികൾ ഇഴയുന്നു. ദേശീയ ഗെയിംസിന് മുൻപ് പണി പൂർത്തിയാകുമോ എന്ന് സംശയം. മിനി ലോകകപ്പിന് മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ ഞായറാഴ്ച തുടക്കമാകും. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന്റെ നവീകരണം ഇന്നു തീരും നാളെ തീരും എന്ന് കരുതിയിരിക്കുവാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറേയായി. നവീകരണ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിട്ട് വർഷങ്ങളായെങ്കിലും പ്രവർത്തനം എന്ന് തീരുമെന്നതിൽ കൃത്യമായൊരു ഉത്തരം നൽകുവാൻ ആർക്കും സാധിക്കുന്നില്ല. 4 വർഷം മുമ്പ് അന്നത്തെ സ്പോർട്സ് മന്ത്രി എം വിജയകുമാറാണ് ദേശീയ ഗെയിംസിന് മുന്നോടിയായി കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. വൈകിയാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചതെങ്കിലും തുടക്കത്തിൽ നല്ല രീതിയിൽ പ്രവൃത്തി നടന്നു. എന്നാൽ പിന്നീട് വേഗത നഷ്ടപ്പെട്ടു. ദേശീയ ഗെയിംസ് ഈ വർഷം അവസാനം ആരംഭിക്കാനാണ് തീരുമാനിച്ചിരുന്നെങ്കിലും തീയതി തീരുമാനിച്ചിട്ടില്ല. ഇത് ഇനിയും വൈകാനാണ് സാധ്യത. പക്ഷേ അതൊന്നും പ്രവർത്തനങ്ങൾ വൈകുന്നതിനുള്ള ന്യായീകരണമാവില്ല. എത്രയും പെട്ടെന്ന് തീരുന്നുവോ അത്രയും നല്ലത്. വേണ്ടത്ര തൊഴിലാളികളെ ലഭിക്കാത്തതാണ് നിർമ്മാണ പ്രവൃത്തികൾ ഇഴയാനുള്ള കാരണമായി മുൻപ് പറഞ്ഞിരുന്നത്. എന്നാൽ ഓരോ ഘട്ടത്തിലും അധികാരികൾ വന്ന് ഓഡിറ്റ് നടത്തണമെന്നും ഇപ്പോൾ എല്ലാവരും ഇലക്ഷൻ തിരക്കായതിനാൽ അതിന് കഴിയില്ലെന്നും അതാണ് പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാവാൻ കാരണമെന്നുമാണ് പുതിയ ന്യായീകരണം. ദേശീയ ഗെയിംസിന് ഫുട്ബോൾ മത്സരങ്ങൾ നടക്കേണ്ട പ്രധാന വേദിയാണ് കോർപ്പറേഷൻ സ്റ്റേഡിയം. ഗ്രൗണ്ട് നവീകരണം അവസാന ഘട്ടത്തിലെത്തിയെന്നാണ് കഴിഞ്ഞ മാസം അധികൃതർ അറിയിച്ചിരുന്നത്. എന്നാൽ അന്നത്തേക്കാൾ ഗ്രൗണ്ടിന്റെ പണി ഒരിഞ്ചു പോലും മുന്നോട്ട് പോയിട്ടില്ല. ഗ്രൗണ്ടിൽ പല ഭാഗങ്ങളിലായി മൺകൂനങ്ങൾ കാണാമെന്ന് മാത്രം. ഗെയിംസ് തുടങ്ങുന്നതിന് 5-6 മാസം മുൻപ് പരിശീലനം നടത്തുന്നതിന് ഗ്രൗണ്ട് വിട്ടു നൽകേണ്ടതാണ്. പക്ഷേ ഈ വേഗത്തിൽ പോയാൽ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. വേനൽ കനക്കുന്നതോടെ ജലദൗർലഭ്യവും തുടർന്ന് മഴക്കാലവുമാണ് വരാനുള്ളത്. ഈ സമയങ്ങളിൽ നിർമ്മാണ പ്രവൃത്തികൾ എത്രത്തോളം മുന്നോട്ടു പോകുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും ദേശീയ ഗെയിംസിനായുള്ള കോഴിക്കോടിന്റെ ഒരുക്കങ്ങൾ. പുതിയ മദ്യവിൽപ്പനശാലകൾ തുറക്കില്ലെന്ന് പറഞ്ഞ സർക്കാരിന്റെ പ്രഖ്യാപനത്തെ വകവയ്ക്കാതെ പുതിയ മദ്യവിൽപ്പനശാലകൾ. കോഴിക്കോട് കോർപ്പറേഷൻ തിയേറ്ററിന് മുൻപിലുള്ള കൺസ്യൂമർ ഫെഡിന്റെ വിദേശ മദ്യവിൽപ്പനശാലയ്ക്ക് മുകളിലാണ് YMCA ക്രോസ് റോഡിലെ മദ്യവിൽപ്പനശാല പുതുതായി വരുന്നത്. ഇതിനെതിരെ പ്രതിഷേധവുമായി മദ്യനിരോധന സമിതി രംഗത്തെത്തിയിരിക്കുകയാണ്. സർക്കാരിന്റെ ഖജനാവിലേക്ക് പണം നിറയ്ക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നവരിൽ പ്രധാനിയാണ് മദ്യം എന്ന് പറയുന്ന ആരോഗ്യത്തിന് ഹാനികരമായ വെള്ളം. ഒരു ആഘോഷ ദിവസം വന്നാൽ വിൽപ്പന റെക്കോർഡ് സൃഷ്ടിക്കുന്ന മദ്യം ഇന്ന് ജനങ്ങൾക്കും സർക്കാരിനും തലവേദനയായിരിക്കുകയാണ്. മദ്യഷാപ്പുകളുടെ എണ്ണം വർദ്ധിപ്പിക്കില്ല എന്നും ലൈസൻസ് ഇല്ലാത്ത മദ്യവിൽപ്പനശാലകൾ അടച്ചുപൂട്ടുമെന്നും സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇതിനെയെല്ലാം വകവയ്ക്കാതെ മദ്യവിൽപ്പനശാലകൾ ഷാപ്പിനു മുകളിലെ ഷാപ്പായും അല്ലാതെയും നഗരത്തിലെ പലയിടങ്ങളിൽ മുളച്ചുവരികയാണ്. കോഴിക്കോട് കോർപ്പറേഷൻ തിയേറ്ററിന് മുമ്പിലുള്ള കൺസ്യൂമർ ഫെഡിലെ വിദേശ മദ്യവിൽപ്പനശാലയ്ക്ക് മുകളിലേക്ക് YMCA ക്രോസ് റോഡിലെ വിദേശ മദ്യവിൽപ്പനശാല മാറ്റി സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഈ മദ്യവിൽപ്പനശാല കൂടി വരുന്നത് പൊതുജനങ്ങളെ ദ്രോഹിക്കുന്നതിന് തുല്യമാണ്. സാമൂഹ്യ വിരുദ്ധരുടെ താവളമായും മയക്കുമരുന്നുകളുടെയും മറ്റും ഉപയോഗങ്ങളുമെല്ലാം ഇവയുടെ വരവോടെ സാധ്യമാകുമെന്നതിൽ സംശയമില്ല. കൂടാതെ ജനങ്ങൾക്കേറെ ദുരിതം വിതയ്ക്കുന്ന കല്ലായി, കോയാറോഡ്, കൊയിലാണ്ടി, ബാലുശ്ശേരി എന്നിവിടങ്ങളിലെ മദ്യഷോപ്പുകൾ മാറ്റുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയെങ്കിലും അവിടെയും വേണ്ട നടപടികൾ സ്വീകരിക്കാൻ എക്സൈസ് വകുപ്പിന് സാധിച്ചിട്ടില്ല എന്നും സർക്കാരിന്റെ പ്രഖ്യാപനത്തെയും ചോദ്യം ചെയ്യുന്നതാണ്. സർക്കാരിന്റെയും എക്സൈസ് വകുപ്പിന്റെയും ഈ സമീപനത്തിൽ എല്ലാ മദ്യനിരോധന സമിതികളും രംഗത്തെത്തിയിരിക്കുന്നു എന്നതിൽ ആശ്വസിക്കാമെങ്കിലും നഗരത്തിലെ മദ്യഷാപ്പുകൾക്കെതിരെ പ്രതിരോധിക്കാൻ ജനങ്ങളുടെ പങ്കാളിത്തം കുറയുന്നു എന്നത് മദ്യവിൽപ്പനശാലകളെ ന്യായീകരിക്കുന്നവർക്ക് സഹായകമാവുകയാണ് എന്നതാണ് സത്യം. മദ്യവിൽപ്പനശാലകളുടെ എണ്ണത്തിന്റെ വർധനവ് കുറയ്ക്കുന്നതിൽ തടയിടാൻ സർക്കാരും അധികാരികളും വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ സാംസ്കാരിക കേരളത്തിൽ തികഞ്ഞ അരാജകത്വമായിരിക്കും പടർന്നു പിടിക്കുക. കോഴിക്കോട് റെയിൽവേ പെൻഷനേഴ്സ് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും റെയിൽവേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംഘടിപ്പിച്ചു. നാഷണൽ ഫെഡറേഷൻ ഓഫ് റെയിൽവേ പെൻഷനേഴ്സ് വൈസ് പ്രസിഡന്റ് K. സുധാകരൻ ഉദ്ഘാടനം ചെയ്തു.
കോഴിക്കോട് റെയിൽവേ പെൻഷനേഴ്സ് അസോസിയേഷൻ വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും റെയിൽവേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംഘടിപ്പിച്ചു. നാഷണൽ ഫെഡറേഷൻ ഓഫ് റെയിൽവേ പെൻഷനേഴ്സ് വൈസ് പ്രസിഡന്റ് കെ സുധാകരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് കെ എം ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് കെ സുധാകരൻ, സെക്രട്ടറി കെ വി ഗോവിന്ദൻ, കെ പി ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. സംഘടനയുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനും റെയിൽവേ പെൻഷനേഴ്സിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാനും അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകുന്നതിനായി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് യോഗം തീരുമാനിച്ചു. ഓർമ്മക്കുറിപ്പിലെ ഓർമ്മകളെ 46 വർഷത്തിനു ശേഷമുള്ള കണ്ടുമുട്ടലിൽ പങ്കുവച്ച് ഒരു കൂട്ടം അധ്യാപികമാർ 1966-68 കാലഘട്ടത്തിൽ കോഴിക്കോട് നടക്കാവ് കൊട്ടാരത്തിലെ TTC വിദ്യാർത്ഥികളാണ് ശിക്ഷസദനിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പഴയ കലാലയ ഓർമ്മകൾ പങ്കുവച്ചത്. ഒരു നാളത്തെ ക്ലാസ് മുറിയിലെ വിശേഷങ്ങളും കുസൃതികളും പങ്കുവെച്ച് ഒരു കൂട്ടം പൂർവ്വ വിദ്യാർത്ഥികൾ 5 വർഷമോ 10 വർഷമോ അല്ല 46 വർഷത്തിനു ശേഷമുള്ള കണ്ടുമുട്ടലിൽ വീണ്ടും കൗമാരകാലത്തേക്ക് തിരിച്ചുപോയ അനുഭവമായിരുന്നു ഈ കൂട്ടർക്ക്. 1966-68 കാലഘട്ടത്തിൽ കോഴിക്കോട് നടക്കാവ് കൊട്ടാരത്തിലെ TTC വിദ്യാർത്ഥികളായിരുന്നു ഇവർ. ഓർമ്മകൾക്ക് കുറച്ചു മറവി ബാധിച്ചെങ്കിലും അന്നത്തെ ആ ക്ലാസ് മുറികളെയും അധ്യാപകരെയും അനുഭവങ്ങളെയും ഇവർ വാത്തോരാതെ സംസാരിച്ചു. ചിലരുടെ കൊഴിഞ്ഞുപോക്ക് വേദനയുണർത്തി. അന്നത്തെ ആ നിമിഷങ്ങളിലേക്ക് തിരിച്ചു പോവാൻ ചിലർ ആഗ്രഹിച്ചു. എല്ലാ വിദ്യാലയങ്ങളിലും പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്താറുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്കും എന്തുകൊണ്ട് നടത്തിക്കൂടാ എന്നത് അന്ന് വിദ്യാർത്ഥികളായിരുന്നവരും ഇന്ന് റിട്ടയർഡ് അധ്യാപികമാരായ ബേബി, റാബിയ, ജയശ്രീ തുടങ്ങിയവരുടെ ചിന്തയിൽ നിന്നുമാണ് ഇങ്ങനെയൊരു സംഗമം ശിക്ഷക് സദനിൽ സംഘടിപ്പിച്ചത്. അറിയിക്കാൻ പറ്റുന്നവരെ ഫോണിൽ വിളിച്ചും മാധ്യമങ്ങളിൽ പരസ്യം നൽകിയുമാണ് അറിയിച്ചത്. വർഷങ്ങൾക്കു ശേഷം സുഹൃത്തുക്കളെ കണ്ട സന്തോഷത്തിലും ജീവിത അനുഭവങ്ങൾ പങ്കുവെച്ചും സംഗമത്തെ വേറിട്ട അനുഭവമാക്കി മാറ്റുകയായിരുന്നു ഇവർ. കോഴിക്കോട് ബീച്ചിലെ പൊതു ടോയ്ലറ്റ് പൊട്ടിപ്പൊളിഞ്ഞിട്ടും അധികൃതർക്ക് നിസ്സംഗത. ഇവ നന്നാക്കുവാൻ നടപടികളൊന്നുമായിട്ടില്ല. വളരെ കാലത്തെ മുറവിളികൾക്കൊടുവിലാണ് കോഴിക്കോട് ബീച്ചിൽ നവീകരണത്തിന്റെ ഭാഗമായി ഒരു പൊതു ടോയ്ലറ്റ് സ്ഥാപിച്ചത്. വലിയ ആഘോഷത്തോടെ ഉദ്ഘാടനം ചെയ്ത ഈ ടോയ്ലറ്റ് അധികകാലം ജനങ്ങൾക്ക് ഉപയോഗപ്രദമായില്ല. ഉദ്ഘാടനം കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ തന്നെ മേൽക്കൂരയ്ക്ക് വിള്ളൽ വീണു. ഉപ്പ് കാറ്റേറ്റ് മുകളിലിട്ടിരുന്ന തകര ഷീറ്റ് മുഴുവൻ ദ്രവിച്ചു തുടങ്ങി. പിന്നീട് മഴയത്തും വെയിലത്തും ടോയ്ലറ്റിനുള്ളിൽ കുട പിടിക്കണമെന്ന അവസ്ഥയായി. കഴിഞ്ഞ 1.5 വർഷത്തോളമായി പൊതുമൂത്രപ്പുരയുടെ അവസ്ഥയാണിത്. ഷീറ്റ് ദിനം പ്രതി പൊഴിഞ്ഞു വീഴുന്നുണ്ടെന്നല്ലാതെ അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. നിവേദനങ്ങളും ഹർജികളും മുറ പോലെ സമർപ്പിക്കുന്നുണ്ടെങ്കിലും നന്നാക്കുന്ന കാര്യത്തിൽ ആർക്കും ഒരു ശ്രദ്ധയുമില്ല. ഈ ഷീറ്റുകൾക്ക് 10 വർഷത്തെ വാറണ്ടിയുണ്ട്. ഷീറ്റിനെ കുറിച്ച് യാതൊരു ചിന്തയും വേണ്ടെന്നാണ് നിർമ്മാണ സമയത്ത് കോൺട്രാക്ടർമാർ അവകാശപ്പെട്ടത്. എന്നാൽ പണി തീർന്ന് 1 വർഷം തികയും മുമ്പ് തന്നെ ഷീറ്റ് പൊളിയാൻ തുടങ്ങി. ഉപ്പുകാറ്റേറ്റാണ് ഷീറ്റ് പൊളിയുന്നതെന്നും തങ്ങൾ അതിന് ഉത്തരവാദികളല്ലെന്നുമാണ് ഇപ്പോൾ കോൺട്രാക്ടർമാർ പറയുന്നത്. ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലായതിനാൽ കഴിഞ്ഞ മഴക്കാലത്ത് ടോയ്ലറ്റ് അടച്ചിടേണ്ട അവസ്ഥയായിരുന്നു. ഇതുവരെ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇത് നവീകരിക്കാനുള്ള ഒരുക്കങ്ങളൊന്നും തുടങ്ങാത്തതിനാൽ ഈ വർഷവും സ്ഥിതിക്ക് മാറ്റമൊന്നും ഉണ്ടാവില്ല. ശരവണമഠം ശരവണ ബാബ ജ്ഞാന കേന്ദ്രം സ്കൂളിന്റെ വാർഷിക മഹോത്സവം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. ശരവണ ബാബ ഭദ്രദീപം തെളിയിച്ചു. ഈ വർഷത്തെ ശരവണ പുരസ്കാരം നേടിയ പിന്നണി ഗായിക മാധുരിക്ക് ചടങ്ങിൽ പുരസ്കാരവും സമ്മാനിച്ചു. ശരവണ ഭവ മഠം ശരവണ ബാബ ജ്ഞാന കേന്ദ്ര സ്കൂളിന്റെ വാർഷിക മഹോത്സവം എരഞ്ഞിപ്പാലം ആശീർവാദ ലോൺസിൽ സംഘടിപ്പിച്ചു. പ്രൊഫസർ രാംനാഥ് നാരായണസ്വാമി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശരവണ ബാബ ഭദ്രദീപം തെളിയിച്ചു. ആഘോഷ പരിപാടി MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. ആത്മീയതയിലൂടെ വിശ്വസഹോദര്യം എന്ന ആശയം ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നു. ഉദാത്തമായ മനുഷ്യ സ്നേഹം ജനമനസ്സുകളിലേക്ക് ചൊരിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ലോകമാകെ ഇതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. സ്വാമിജിയുടെ അനുഗ്രഹം തന്നെയാണ് ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയുടെ അടിക്കലെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ഈ വർഷത്തെ ശരവണ പുരസ്കാരം നേടിയ പിന്നണി ഗായിക മാധുരിക്ക് MP അവാർഡ് സമ്മാനിച്ചു. പിന്നണി ഗായകൻ സുനിൽകുമാറിന് സ്നേഹോപഹാരം സമർപ്പിച്ചു. ദേശീയ കളരിപ്പയറ്റ് സ്വർണ്ണ മെഡൽ ജേതാവ് ശ്രീരമ, അതുല്യ ജയപ്രകാശ് എന്നിവർക്ക് PV ഗംഗാധരൻ ഉപഹാരങ്ങൾ നൽകി. ചടങ്ങിൽ കൗൺസിലർമാരായ പൂടക്കൽ ശ്രീകുമാർ, K ശ്രീകുമാർ, P പ്രമോജ് പ്രഭാകരൻ, PS വിശ്വനാഥൻ, മുരളീധരൻ എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് ശരവണ ബാബ ജ്ഞാനകേന്ദ്ര സ്കൂൾ വിദ്യാർത്ഥികളും ശരവണ മഠം കലാവിഭാഗവും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും നടന്നു.
വാർത്തകളിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ. നോക്കിയെടുത്തില്ലെങ്കിൽ ഒന്നും ശരിയാവില്ലെന്നേ. നല്ലത് വാങ്ങാൻ കാണിക്കുന്ന ഈ മിടുക്ക് വീട്ടിലെ എല്ലാ കാര്യത്തിലും ഉണ്ടോ? ക്വാളിറ്റിയിൽ ഞാൻ നോ കോംപ്രമൈസ്. എന്നിട്ടാണോ വീട്ടിൽ ഇപ്പോഴും സാധാരണ കേബിൾ കണക്ഷൻ? സാധാരണ കേബിൾ കണക്ഷനോ? ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റ് മിനിസ്ട്രിയുടെ ഉത്തരവ് പ്രകാരം 2014 കേരളത്തിൽ കേബിൾ TV അനലോഗ് പ്രസരണം പൂർണ്ണമായും ഡിജിറ്റലിലേക്ക് മാറുന്നു. എന്തിന് കാത്തിരിക്കണം? ഇന്ന് തന്നെ കേരള വിഷൻ ഡിജിറ്റൽ TV കരസ്ഥമാക്കും. കേരള വിഷൻ ഡിജിറ്റൽ TV അതിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ ചാനലും ഉണ്ടോ? എന്താ സംശയം? എല്ലാ മലയാളം ചാനലുകളും അടക്കം 200-ലധികം ചാനലുകൾ, കൂടാതെ നിങ്ങൾക്ക് വേണ്ട ചാനലുകൾ മാത്രം തിരഞ്ഞെടുക്കാവുന്ന സ്പെഷ്യൽ പാക്കേജുകളും ലഭ്യം, അതും ഡിജിറ്റൽ ക്വാളിറ്റിയിൽ. അതെയോ? ഞാൻ ഇപ്പൊ തന്നെ കേബിൾ TV ഓപ്പറേറ്ററെ വിളിച്ച് ഞങ്ങളും കേരള വിഷൻ ഡിജിറ്റൽ TVയിലേക്ക് മാറാൻ പോവാ. അപ്പൊ നിങ്ങളോ? ആസ്വദിക്കൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ചാനലുകളിലെ ഇഷ്ടപ്പെട്ട ചലച്ചിത്രങ്ങളും പരിപാടികളും ഡിജിറ്റൽ ക്വാളിറ്റിയിൽ. HD സെറ്റ്-ടോപ്പ് ബോക്സുകളും ലഭ്യം. കേരള വിഷൻ ഡിജിറ്റൽ TV. കൂടുതൽ മിഴിവോടെ, കൂടുതൽ നിറവോടെ കേരള വിഷൻ ഡിജിറ്റൽ TV. വാർത്തകൾ തുടരുന്നു. എലത്തൂരിലെ BMC ഗേൾസ് ഹൈസ്കൂളും CMC ബോയ്സ് ഹൈസ്കൂളും 100 മേനി വിജയം കൊയ്ത സന്തോഷത്തിലാണ്. ഈ വർഷത്തെ SLC ഫലം സ്കൂളിന്റെ ചരിത്രം മാറ്റിക്കുറിക്കുകയായിരുന്നു. പിന്നോക്കാവസ്ഥയിലുള്ള സ്കൂളിൽ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കഠിന പരിശ്രമത്തിന്റെ ഫലമായാണ് 100% വിജയം കൈവരിക്കുവാൻ സാധിച്ചത്. സാമൂഹ്യപരമായും സാമ്പത്തികപരമായും പിന്നോക്കം നിൽക്കുന്ന തീരദേശ മേഖലയായ എലത്തൂരിലെ BMC ഗേൾസ് ഹൈസ്കൂളും CMC ബോയ്സ് ഹൈസ്കൂളും ഇത്തവണ SLCയിൽ 100% വിജയമാണ് നേടിയത്. വേറിട്ട പ്രവർത്തനങ്ങളായ രാത്രികാല ക്യാമ്പുകൾ, സഹവാസ ക്ലാസുകൾ, അയൽപക്ക പഠന ക്യാമ്പുകൾ, പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രഗത്ഭരുടെ ക്ലാസുകൾ എന്നിവയെല്ലാം 100% വിജയത്തിന് പിന്തുണയേകി. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കൂട്ടായ്മയാണ് 100% വിജയത്തിന് പൊൻതിളക്കമാകുന്നത്. സ്ഥലം MLA ആയ AK ശശീന്ദ്രൻ സ്കൂളിലെത്തി വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പ്രധാന അധ്യാപികമാരായ രമ ടീച്ചർ, പ്രസന്ന ടീച്ചർ, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് TP വിജയൻ എന്നിവരും കുട്ടികളെ അനുമോദിച്ചു. ലവേഴ്സ് മിഠായി തെരുവും ജനമൈത്രി പോലീസ് കോഴിക്കോട് ടൗൺ സ്റ്റേഷനും സംയുക്തമായി മിനി ലോകകപ്പിന്റെ പ്രചരണാർത്ഥം നഗരത്തിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു. വാദ്യമേളങ്ങൾക്കൊപ്പം ബ്രസീൽ, അർജന്റീന, സ്പെയിൻ, ഫ്രാൻസ് എന്നീ ടീമുകളുടെ ജേഴ്സികൾ അണിഞ്ഞുകൊണ്ട് ടീം അംഗങ്ങളും അണിനിരന്നു. ടൗൺ SI K വിവേകാനന്ദൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. വിണ്ണിലെ താരങ്ങളുടെ ജേഴ്സി അണിഞ്ഞ് ലോകതാരങ്ങൾ മിഠായിത്തെരുവിലിറങ്ങിയപ്പോൾ ഉയർന്നത് അതിരില്ല ആവേശം. ഫുട്ബോളിനെ നെഞ്ചോട് ചേർക്കുന്ന കോഴിക്കോടിന്റെ മണ്ണിൽ ലോകകപ്പിന് മുൻപേ ഫുട്ബോൾ ആരവം നിറയ്ക്കുന്നത് ലവേഴ്സ് മിഠായിത്തെരുവും ടൗൺ സ്റ്റേഷൻ ജനമൈത്രി പോലീസും ചേർന്ന് സംഘടിപ്പിക്കുന്ന ലോക മിനി മാരത്തോൺ കപ്പാണ്. ഞായറാഴ്ച നടക്കുന്ന മിനി ലോകകപ്പിനോടനുബന്ധിച്ചാണ് യോഗ്യതാ റൗണ്ടിലെത്തിയ ബ്രസീൽ, അർജന്റീന, സ്പെയിൻ, ഫ്രാൻസ് ടീമുകൾ ജേഴ്സി അണിഞ്ഞ് നഗരത്തിലിറങ്ങിയത്. മെസ്സി, നെയ്മർ, ബെയിൽ തുടങ്ങി കാൽപന്ത് കളിയുടെ രാജാക്കന്മാർ തങ്ങളുടെ രാജ്യത്തിന്റെ പതാകയ്ക്ക് പിന്നിൽ അണിനിരന്നപ്പോൾ കണ്ടുനിന്നവരും വിളംബര ജാഥയെ അനുഗമിച്ചു. അർജന്റീന ടീമാണ് ജാഥയിൽ പങ്കെടുക്കുവാൻ ആദ്യമെത്തിയത്. പിന്നീട് ലാറ്റിൻ വശ്യതയും യൂറോപ്പിന്റെ ശാസ്ത്രീയതയും സമന്വയിപ്പിച്ച സ്പെയിനുമെത്തി. പിന്നീട് ഫ്രാൻസ്, ബ്രസീൽ ടീമുകളെത്തി. ഞായറാഴ്ചയാണ് ഫൈനൽ. മത്സരങ്ങൾ രാവിലെ മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ നടക്കും. LIC കോർണറിൽ നിന്നും ആരംഭിച്ച ജാഥ ടൗൺ SI K വിവേകാനന്ദൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. VK ആലിക്കോയ, റിയാസ് നെരോത്ത് എന്നിവർ സംസാരിച്ചു. കോർട്ട് റോഡ്, MP റോഡ്, കമ്മത്തലൈൻ വഴിയുള്ള ജാഥ മിഠായിത്തെരുവിൽ സമാപിച്ചു. ഇതിന്റെ ഭാഗമായി ഷട്ടിൽ ക്രിക്കറ്റ്, കമ്പവലി തുടങ്ങിയ മത്സരങ്ങളും നടക്കും. മിഠായിത്തെരുവിലെ വ്യാപാരികളും ജീവനക്കാരും ജനമൈത്രി പോലീസ് മത്സരത്തിൽ പങ്കാളികളാകും. സമൂഹത്തിന്റെ വിശ്വാസ താൽപര്യങ്ങളെ ചൂഷണം ചെയ്തും മതത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തിയും പൗരോഹിത്യം സമൂഹത്തിൽ നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ISM സംഘടിപ്പിച്ച സാമൂഹിക സംവാദം ആവശ്യപ്പെട്ടു. ചരട് കെട്ടിയ കേരളം എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സംവാദം PK ഹബീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ആത്മീയ തട്ടിപ്പ് നടത്തുന്ന സംരംഭങ്ങളുടെ പരസ്യവും വാർത്തയും നൽകാതിരിക്കാൻ മാധ്യമങ്ങൾ മുന്നോട്ട് വരണമെന്ന്
ISM കോഴിക്കോട് ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച സാമൂഹിക സംവാദം ആവശ്യപ്പെട്ടു. ഉറുക്ക്, മോതിരം, നൂൽ, ശംഖ് എന്നിവയുടെ ഉപയോഗം പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്ന വ്യാജനയുള്ള പരസ്യങ്ങൾ പത്രങ്ങളും ചാനലുകളും ഒഴിവാക്കണം. സമൂഹത്തിന്റെ വിശ്വാസ താൽപര്യങ്ങൾ ചൂഷണം ചെയ്തും മതത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തിയും പൗരോഹിത്യം സമൂഹത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണം. ചരട് കെട്ടിയ കേരളം എന്ന വിഷയത്തിലാണ് ISM ആഭിമുഖ്യത്തിൽ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സംവാദം സംഘടിപ്പിച്ചത്. വിദ്യാഭ്യാസ മേഖലയിൽ സമൂഹം വർദ്ധിച്ച തോതിൽ വളർച്ച നേടിയെങ്കിലും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എല്ലാ വിഭാഗത്തിലും ആധുനിക രീതിയിൽ വർദ്ധിക്കുകയാണ്. ഒരു രൂപ പോലും വിലയില്ലാത്ത മോതിരം, ശംഖ്, ഏലസ് എന്നിവ ലക്ഷക്കണക്കിന് രൂപ നൽകിയാണ് അഭ്യസ്ത വിദ്യർ പോലും ഉപയോഗിക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തുന്ന ഈ ആത്മീയ വ്യവസായത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കണം. ISM സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK ഹബീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ISM സംസ്ഥാന ജനറൽ സെക്രട്ടറി K സജ്ജാദ് അധ്യക്ഷം വഹിച്ചു. ഹാരിസ് ഇബ്നു സലീം, ISM മുൻ ജനറൽ സെക്രട്ടറി K താജുദ്ദീൻ സ്വലാഹി, ഉമ്മർ അത്തോളി, PC ജംഷീർ, ബഷീർ ബേപ്പൂർ, റഷീദ് നരിക്കുനി എന്നിവർ സംസാരിച്ചു. യുവകലാ സാഹിതിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ആർട്ട് ഗാലറി പരിസരത്ത് NC മമ്മൂട്ടി അനുസ്മരണം സംഘടിപ്പിച്ചു. സെൽവൻ മേലൂരിന്റെ ഫോട്ടോഗ്രാഫി പ്രദർശനത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് നടന്ന പരിപാടി CPI സംസ്ഥാന നിർവാഹക സമിതി അംഗം TV ബാലൻ ഉദ്ഘാടനം ചെയ്തു. യുവകലാ സാഹിതി സംസ്ഥാന സെക്രട്ടറിയായിരുന്ന അന്തരിച്ച NC മമ്മൂട്ടിയെ യുവകലാ സാഹിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരിച്ചു. ജില്ലാ പ്രസിഡന്റ് CM കേശവൻ അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ CPI സംസ്ഥാന നിർവാഹക സമിതി അംഗം TV ബാലൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഒരുപക്ഷെ മാഷുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ചില ശൈലികളിൽ നിന്ന് സ്വീകരിച്ച ഒരംശം മാഷുടെ ബാല്യകാലങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ ശ്രീ TV രാധാകൃഷ്ണൻ സംസാരിക്കും. പക്ഷെ ആ ബാല്യകാലം ഞങ്ങളെല്ലാം അനുഭവിച്ചതുപോലെ അതിൻ്റെ ഓരോ സഹനതകളെയും നിങ്ങൾ കൂടി അറിയേണ്ടതാണ് എന്ന ബോധ്യത്തോടു കൂടി നമ്മളെല്ലാം മാഷ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ബ്രണ്ണൻ കോളേജിലെ കാലം. കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ KA ഫ്രാൻസിസ് മുഖ്യാതിഥിയായിരുന്നു. IV ശശാങ്കൻ, TV രാധാകൃഷ്ണൻ, AP കുഞ്ഞാമു, OK മുരളീകൃഷ്ണൻ, സെൽവൻ മേലൂര്, അനിൽ മാരത്ത്, അഷ്റഫ് കുരുവട്ടൂർ എന്നിവർ സംസാരിച്ചു. മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ MT വാസുദേവൻ നായരെ ആദരിക്കുന്നു. കോഴിക്കോട് കോർപ്പറേഷൻ, കേരള ലളിതകലാ അക്കാദമി എന്നിവയുമായി സഹകരിച്ചുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസാണ് പ്രിയപ്പെട്ട MT എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഏപ്രിൽ 24-ാം തീയതി ടാഗോർ സെന്റിനറി ഹാളിൽ വെച്ചാണ് ആദരിക്കൽ ചടങ്ങ് നടക്കുകയെന്ന് ഭാരവാഹികൾ കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മലയാളത്തിന്റെ അഭിമാനമായ MT വാസുദേവൻ നായരെ കോഴിക്കോട് പൗരാവലിയുടെയും കോഴിക്കോട് കോർപ്പറേഷന്റെയും കേരള ലളിതകലാ അക്കാദമിയുടെയും സഹകരണത്തോടുകൂടി ഏഷ്യാനെറ്റ് ന്യൂസ് ആദരിക്കുന്നു. വിവിധങ്ങളായ പരിപാടികളാണ് ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത്. MT ചലച്ചിത്രമേള, MT ഛായാചിത്രങ്ങളുടെ പ്രദർശനം എന്നിവ ഇതിനു മുന്നോടിയായി നടന്നു വരികയാണ്. MTയുടെ രചനകളും സാഹിത്യ ജീവിതവും MTയുടെ ചലച്ചിത്ര സംഭാവനകളും സമഗ്രതയോടെ അവതരിപ്പിക്കുന്ന പരിപാടികളാണ് പ്രിയപ്പെട്ട MT എന്ന ചടങ്ങിൽ ഒരുക്കിയിരിക്കുന്നത്. ഏപ്രിൽ 24-ാം തീയതി ടാഗോർ സെന്റിനറി ഹാളിൽ വെച്ചാണ് പരിപാടി നടക്കുക. രാവിലെ 9 മണിക്ക് മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരും സംഘവും വാദ്യമേളത്തോടുകൂടി MTയെ സ്വീകരിക്കും. തുടർന്ന് ആർട്ടിസ്റ്റ് നമ്പൂതിരി MTയുടെ ചിത്രം വരയ്ക്കുന്നതോടെ പരിപാടികൾക്ക് തുടക്കമാകും. ഏഷ്യാനെറ്റ് ന്യൂസ് വൈസ് ചെയർമാൻ K മാധവൻ പ്രിയപ്പെട്ട MT എന്ന പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും. MTയും സാഹിത്യവും എന്ന സാഹിത്യ സമ്മേളനം പ്രശസ്ത തമിഴ് സാഹിത്യകാരി ശിവശങ്കരി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് MTയുടെ ഇരുട്ടിന്റെ ആത്മാവിനെ ആസ്പദമാക്കി ജയപ്രകാശ് കുളൂർ ഒരുക്കിയ ലഘുനാടകം അരങ്ങേറും. പിന്നീട് MT കുട്ടികളുമായി സംവദിക്കും. മട്ടന്നൂരിന്റെ ട്രിപ്പിൾ തായമ്പകയോടുകൂടി പരിപാടികൾക്ക് സമാപനമാകും. പുന്നശ്ശേരി ചിലങ്കം ശിവരാമൻ മാസ്റ്റർ അവാർഡ് വിതരണം ചെയ്തു. കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കാക്കൂർ വില്ലേജ് ഓഫീസർ NC ഷാഹിദ ബീഗം K മോഹൻദാസിന് അവാർഡ് നൽകി. ചടങ്ങിൽ ഗോവിന്ദൻ പുന്നശ്ശേരി അനുസ്മരണവും കവിയരങ്ങും നടന്നു. പുന്നശ്ശേരി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചിലങ്കം സാംസ്കാരിക വേദിയുടെ കളത്തിങ്കൽ ശിവരാമൻ മാസ്റ്റർ സ്മാരക കവിതാ പുരസ്കാരം സമ്മാനിച്ചു. കാക്കൂർ വില്ലേജ് ഓഫീസർ NC ഷാഹിദ ബീഗം K മോഹൻദാസിന് പുരസ്കാരം നൽകി. ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ നടന്ന ചടങ്ങിൽ P രജീഷ് കുമാർ അധ്യക്ഷനായിരുന്നു. ഗബ്രിയേൽ മാക്സിസിന്റെ നിര്യാണത്തിൽ യോഗം അനുശോചനം രേഖപ്പെടുത്തി. സയൻസൻ പുന്നശ്ശേരി, KBK കൊറയങ്ങാട്, ശശിധരൻ ഫറോക്ക്, AT ലിജിഷ, VM അരുൺ, MK ജംഗീഷ്, P ദാമോദരൻ നായർ, ജർഷാദ് അഹമ്മദ്, അനഘ കൃഷ്ണ, ഘനശ്യാം, A സുദീപ്, VS ജിമേഷ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ചിത്രകാരനായിരുന്ന ഗോവിന്ദൻ പുന്നശ്ശേരി അനുസ്മരണവും അവയവദാനത്തിന് തയ്യാറായവരുടെ പട്ടിക സമർപ്പണവും കവിയരങ്ങും നടന്നു. ഒരിടവേള കൂടി.
നോക്കിയെടുത്തില്ലെങ്കിൽ ഒന്നും ശരിയാവില്ലെന്നേ. നല്ലത് വാങ്ങാൻ കാണിക്കുന്ന ഈ മിടുക്ക് വീട്ടിലെ എല്ലാ കാര്യത്തിലും ഉണ്ടോ? ക്വാളിറ്റിയിൽ ഞാൻ നോ കോംപ്രമൈസ്. എന്നിട്ടാണോ വീട്ടിൽ ഇപ്പോഴും സാധാരണ കേബിൾ കണക്ഷൻ? സാധാരണ കേബിൾ കണക്ഷനോ? ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റ് മിനിസ്ട്രിയുടെ ഉത്തരവ് പ്രകാരം 2014 കേരളത്തിൽ കേബിൾ ടി വി അനലോഗ് പ്രസരണം പൂർണ്ണമായും ഡിജിറ്റലിലേക്ക് മാറുന്നു. എന്തിന് കാത്തിരിക്കണം? ഇന്ന് തന്നെ കേരള വിഷൻ ഡിജിറ്റൽ ടി വി കരസ്ഥമാക്കും. കേരള വിഷൻ ഡിജിറ്റൽ ടി വി, അതിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ ചാനലും ഉണ്ടോ? എന്താ സംശയം? എല്ലാ മലയാളം ചാനലുകളും അടക്കം 200-ലധികം ചാനലുകൾ. കൂടാതെ നിങ്ങൾക്ക് വേണ്ട ചാനലുകൾ മാത്രം തിരഞ്ഞെടുക്കാവുന്ന സ്പെഷ്യൽ പാക്കേജുകളും ലഭ്യം. അതും ഡിജിറ്റൽ ക്വാളിറ്റിയിൽ. അതെയോ? ഞാൻ ഇപ്പൊ തന്നെ കേബിൾ ടി വി ഓപ്പറേറ്ററെ വിളിച്ച് ഞങ്ങളും കേരള വിഷൻ ഡിജിറ്റൽ ടിവിയിലേക്ക് മാറാൻ പോവാ. അപ്പൊ നിങ്ങളോ? ആസ്വദിക്കൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ചാനലുകളിലെ ഇഷ്ടപ്പെട്ട ചലച്ചിത്രങ്ങളും പരിപാടികളും ഡിജിറ്റൽ ക്വാളിറ്റിയിൽ. HD സെറ്റ് ടോപ്പ് ബോക്സുകളും ലഭ്യം. കേരള വിഷൻ ഡിജിറ്റൽ ടി വി. കൂടുതൽ മിഴിവോടെ, കൂടുതൽ നിറവോടെ കേരള വിഷൻ ഡിജിറ്റൽ ടി വി. വാർത്തകൾ തുടരുന്നു. സമ്പത്ത് ഫൗണ്ടേഷൻ കോഴിക്കോട് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി മധ്യവേനൽ അവധി ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഏപ്രിൽ 23 മുതൽ 28 വരെയായി NSS ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ചാണ് ക്യാമ്പ് നടക്കുക. പൂന്തേനരുവി എന്ന് പേരിട്ട ക്യാമ്പിൽ 5 വയസ്സ് മുതൽ 13 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് പ്രവേശനം. സമ്പത്ത് ഫൗണ്ടേഷൻ കോഴിക്കോട് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ 5 വയസ്സ് മുതൽ 13 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി മധ്യവേനൽ അവധി ക്യാമ്പ് ഒരുക്കുന്നു. തളി NSS ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ച് നടക്കുന്ന ക്യാമ്പ് ഏപ്രിൽ 23 മുതൽ 28 വരെയാണ് നടക്കുക. കുട്ടികൾ കുറച്ചു ദിവസം വിലക്കുകളില്ലാതെ അന്തരീക്ഷത്തിൽ ഓടിച്ചാടി കളിക്കട്ടെ എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് പൂന്തേനരുവി സംഘാടകർ ക്യാമ്പ് ഒരുക്കുന്നത്. കുട്ടികൾ ഇന്ന് അനുഭവിക്കുന്ന വീർപ്പ് മുട്ടലുകൾക്ക് ചെറിയൊരു പരിഹാരം എന്ന നിലയിലാണ് ഈ ക്യാമ്പ് ഒരുക്കിയതെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കുട്ടികൾ ഇത്രയും കാലം പഠിച്ച് എന്താ പറയേണ്ട വശം കെട്ട് വരികയാണ് കുട്ടികൾ. പിന്നെയും കുട്ടികളെ ഇന്ന് പഠിപ്പിക്കുക എന്നുള്ളത് കുട്ടികളുടെ ചെയ്യുന്ന ഒരു അന്യായമാണ്. അപ്പോൾ കുട്ടികളെ കുറച്ചു കാലം ഫ്രീ ആയിട്ട് വിടുക. ആ സ്വാതന്ത്ര്യത്തിൽ അവരുടേതായിട്ടുള്ള കഴിവുകളെ കണ്ടെത്തും. ആ കഴിവുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് വേണ്ട കോൺഫിഡൻസ് കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മളുടെ ഒരു പൂന്തേനരുവിൻ്റെ ഒരു ബേസ്. സ്വാമി അധ്യാത്മാനന്ദ സരസ്വതിയുടെ ആഭിമുഖ്യത്തിലായിരിക്കും 6 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് നടക്കുക. പീഠാനുഭവ സ്മരണയിൽ ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. ഇതിന്റെ ഭാഗമായി കുരിശിന്റെ വഴിയും പ്രത്യേക കുർബാനയും നടത്തി. ഞായറാഴ്ചയാണ് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ സ്മരണയിൽ ഈസ്റ്റർ ആഘോഷിക്കുന്നത്. ദൈവപുത്രന്റെ പീഡാനുഭവത്തിന്റെ സ്മരണകളുമായി വിശ്വാസികൾ കുരിശിന്റെ വഴി ആചരിച്ചു. നഗരത്തിലെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ നടന്ന കുരിശിന്റെ വഴിയിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. മദർ ഓഫ് ഗോഡ് കത്തീഡ്രലിൽ നടന്ന കുരിശിന്റെ വഴിയിൽ കോഴിക്കോട് ബിഷപ്പ് വർഗീസ് ചക്കലക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ബിലാത്തിക്കുളം സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ നടന്ന ദുഃഖവെള്ളി ശുശ്രൂഷ മലബാർ ഭദ്രാസനാധിപൻ ഡോക്ടർ സക്കറിയ മാർ തിയോഫിലോസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. താമരശ്ശേരി മേരിമാത കത്തീഡ്രലിൽ ഈസ്റ്റർ നാളിൽ പുലർച്ചെ 3 മണിക്ക് ദിവ്യബലിക്ക് താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ചെറുവണ്ണൂർ തിരുഹൃദയ ദേവാലയത്തിൽ ദുഃഖവെള്ളി തിരുകർമ്മങ്ങൾക്കും കുരിശിന്റെ വഴിക്കും ഫാദർ ജോൺസൺ അവേരവ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉയർപ്പ് കുർബാന രാത്രി 10:30 നടക്കും. സെന്റ് പോൾസ് മാർത്തോമ ചർച്ചിൽ ദുഃഖവെള്ളിയുടെ ശുശ്രൂഷയ്ക്ക് റവറൻ ഡോക്ടർ ജെയിൻ തോമസ്, റവറൻ MP സാമുവൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സെന്റ് മൈക്കിൾസ് വെസ്റ്റ് ഹിൽ ഫാദർ MJ മാസലിൻ ദുഃഖവെള്ളി തിരുകർമ്മങ്ങൾക്കും കുരിശിന്റെ വഴിക്കും കാർമ്മികത്വം വഹിച്ചു. കുണ്ടായത്തോട് സെന്റ് ആന്റണീസ് പള്ളിയിൽ ദുഃഖവെള്ളി തിരുകർമ്മങ്ങൾക്ക് ഫാദർ ജോസ് കരിങ്ങാടിയിൽ, ഫാദർ ബിജു മാധവത്ത് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ഈസ്റ്റർ ദിനത്തിൽ പുലർച്ചെ 3 മണിക്കാണ് ഉയർപ്പ് കുർബാന. മേരിക്കുന്ന് ഹോളി റെഡിമേർ പള്ളിയിൽ ദുഃഖവെള്ളി തിരുകർമ്മങ്ങൾക്ക് ഫാദർ ജൻസൺ പുത്തൻ വീട്ടിൽ നേതൃത്വം നൽകി. നിത്യസഹായമാത ചർച്ച് ചാവായൂർ ദുഃഖവെള്ളി തിരുകർമ്മങ്ങൾക്കും കുരിശിന്റെ വഴിക്കും ഫാദർ ജോസഫ് കീലത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സെന്റ് ജോസഫ് ദേവാലയത്തിൽ ദുഃഖവെള്ളി തിരുകർമ്മങ്ങൾക്ക് ഫാദർ അലേഷ്യസ് കുളങ്ങര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചാത്തമംഗലം മോർണിംഗ് സ്റ്റാർ പള്ളിയിൽ ദുഃഖവെള്ളി തിരുകർമ്മങ്ങൾക്കും കുരിശിന്റെ വഴിക്കും ഫാദർ ജസ്റ്റിൻ പൊള്ളാട്ടുപുറം കാർമ്മികത്വം വഹിച്ചു. CSI സെന്റ് മേരീസ് ഇംഗ്ലീഷ് ചർച്ചിൽ ദുഃഖവെള്ളിയോടനുബന്ധിച്ച് പ്രത്യേക തിരുകർമ്മങ്ങൾക്ക് റവറൻ തോമസ് P. കോര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ദേവഗിരി സെന്റ് ജോസഫ് പള്ളിയിൽ ദുഃഖവെള്ളി തിരുകർമ്മങ്ങൾക്കും കുരിശിന്റെ വഴിക്കും ഫാദർ കുര്യൻ പുരമഠത്തിൽ, ഫാദർ ബോസ് മണ്ണാമ്പറമ്പിൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. സെന്റ് തോമസ് അമലാപുരി പള്ളിയിൽ ദുഃഖവെള്ളി തിരുകർമ്മങ്ങൾക്കും കുരിശിന്റെ വഴിക്കും ഫാദർ ജോസ് എടപ്പാടിയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇനി ബിസിനസ് വാർത്തകൾ. രാമനാട്ടുകര യൂണിവേഴ്സിറ്റി റോഡിലെ മുബാറക് ജ്വല്ലറിയിൽ ഡയമണ്ട് കളക്ഷന്റെ പ്രത്യേക വിഭാഗം ആരംഭിച്ചു. ലോകോത്തര ജ്വല്ലറി ബ്രാൻഡായ കൃഷ്ണ ഡയമണ്ട്സിന്റെ അത്യപൂർവ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. രാമനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NC ഹംസകോയ ഉദ്ഘാടനം ചെയ്തു. മലബാറിലെ സ്വർണ്ണാഭരണ നിർമ്മാണ വിതരണ രംഗത്തെ 22 വർഷത്തെ സേവന പാരമ്പര്യമുള്ള മുബാറക് ജ്വല്ലറിയിൽ നിന്നും വജ്രാഭരണങ്ങളും. രാമനാട്ടുകര യൂണിവേഴ്സിറ്റി റോഡിലെ മുബാറക് ജ്വല്ലറി ഡയമണ്ട് കളക്ഷൻസിന്റെ ഉദ്ഘാടനം രാമനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു.
2400 രൂപ മുതൽ വിലയുള്ള 800-ൽ പരം ഡയമണ്ട് ഡിസൈനുകളുടെ അതുല്യ ശേഖരമാണ് മുബാറക്കിലെ ഡയമണ്ട് കളക്ഷനിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് മുബാറക് ജ്വല്ലറി ഉടമകളായ KC മുഹമ്മദ് റഷീദ്, MA സുബൈർ എന്നിവർ പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിൽ KC കുഞ്ഞോയ്, MA അലവിക്കുട്ടി ഹാജി എന്നിവരും സംബന്ധിച്ചു. ലോകപ്രശസ്ത ബ്രാൻഡായ കൃഷ്ണ ഡയമണ്ട്സിന്റെ അത്യപൂർവ കളക്ഷനുകളാണ് മുബാറക് ജ്വല്ലറിയിൽ ഒരുക്കിയിട്ടുള്ളത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി കൃഷ്ണ ഡയമണ്ട്സിന്റെ ഉൽപ്പന്നങ്ങൾ കാണാനും മുബാറക് ജ്വല്ലറിയിൽ തന്നെ ബുക്ക് ചെയ്യാനുമുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. രാമനാട്ടുകര യൂണിവേഴ്സിറ്റി റോഡിലും രാമനാട്ടുകരയിലും ഫറോക്കിലും മുബാറക് ജ്വല്ലറിക്ക് ഷോറൂമുകളുണ്ട്. രാമനാട്ടുകര യൂണിവേഴ്സിറ്റി റോഡിലെ മുബാറക് ജ്വല്ലറിയുടെ ഷോറൂമിൽ മാത്രമാണ് ഡയമണ്ട് കളക്ഷൻസ് ഒരുക്കിയിട്ടുള്ളതെന്നും ജ്വല്ലറി മാനേജ്മെന്റ് വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങൾക്ക് 9895431846 അല്ലെങ്കിൽ 9495259676 എന്ന നമ്പറുമായി ബന്ധപ്പെടണം. മുബാറക് ജ്വല്ലറി, ഡയമണ്ട് കളക്ഷൻസ്, യൂണിവേഴ്സിറ്റി റോഡ്, രാമനാട്ടുകര. ഫോൺ 049524407669. അറിയിപ്പുകൾ. ജില്ലാ ജിംനാസ്റ്റിക് അസോസിയേഷൻ 14 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായി നടത്തുന്ന സമ്മർ കോച്ചിംഗ് ക്യാമ്പ് 28-ാം തീയതി ആരംഭിക്കും. താല്പര്യമുള്ളവർ 25-ന് മുൻപ് രജിസ്റ്റർ ചെയ്യുക. ഫോൺ നമ്പർ 9072333343. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മദ്യനിരോധനം ഘട്ടം ഘട്ടമായി നടപ്പാക്കുമെന്ന് പറയുന്ന സർക്കാരിന്റെ പ്രഖ്യാപനങ്ങൾ വാക്കുകളിൽ മാത്രം. പുതിയ മദ്യവിൽപ്പനശാലകൾ നഗരത്തിൽ വരുന്നു. പ്രതിഷേധവുമായി ജനങ്ങളും മദ്യനിരോധന സമിതികളും. കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവൃത്തികൾ ഇഴയുന്നു. ദേശീയ ഗെയിംസിന് മുൻപ് പണി പൂർത്തിയാകുമോ എന്ന് സംശയം. മിനി ലോകകപ്പിന് മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ ഞായറാഴ്ച തുടക്കമാകും. ഇതോടെ വാർത്താ ബുള്ളറ്റിനോട് സമാപിക്കുന്നു. നമസ്കാരം.